ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല മണ്ഡലങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ 140 മണ്ഡലങ്ങളും ചർച്ച ചെയ്യുന്നതിന് മുൻപ്, മാസങ്ങൾ മുൻപ് ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലമായിരുന്നു പാലക്കാട് എന്ന് പറയുന്നത്. അത് പ്രത്യേക സാഹചര്യത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ. അതിനുശേഷം ആര് മത്സരിക്കുമെന്നൊക്കെ വലിയ രീതിയിൽ വാർത്തകളായിരുന്നു. അതിനുശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, വലിയൊരു ത്രികോണ മത്സരം നടക്കുന്നു. അപ്പോൾ ഫലം പുറത്തു വരുമ്പോൾ എന്തായിരിക്കും പാലക്കാട് പറയാൻ പോകുന്നത്? അതെ, പാലക്കാട് മണ്ഡലത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ള, അതായത് 1957 മുതൽ തന്നെ പാലക്കാട് മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം വന്ന ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ ഒരു കണക്ക് തന്നെയുണ്ട്. CPM 4 വട്ടം ജയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഘട്ടങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസും PSPയുടെ CM സുന്ദരം എന്ന് പറയുന്ന ഒരാളുമാണ്. അദ്ദേഹം പിന്നീട് അവസാനം UDFന്റെ സ്വതന്ത്രനായും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടും ജയിച്ചിട്ടുണ്ട്. അപ്പം കൂടുതലൊരു പൊതുവെ ഒരു കോൺഗ്രസ് മണ്ഡലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനകത്ത് കൂടുതൽ ജയിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ 2011 മുതൽ 2021 വരെ 24 വരെ പിന്നെ ഷാഫി പറമ്പിലായിരുന്നു 3 വട്ടം അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് UDFന്റെ പഴയ കൺവീനറായിരുന്ന K ശങ്കരനാരായണൻ ജയിച്ചിട്ടുണ്ട്. 1957-ലും 60-ലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന R രാഘവ മേനോനാണ് ജയിച്ചിരിക്കുന്നത്. അങ്ങനെ പൊതുവെ ഒരു പറയപ്പെടുന്ന ഒരു കോൺഗ്രസിന്റെ മണ്ഡലമായിട്ടാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ കരുതപ്പെടുന്നതും എല്ലാം. പിന്നെ ഈ മണ്ഡലം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 18,840 വോട്ട് വാങ്ങി ജയിച്ചു എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഇതൊരു പൊതുവെ ഒരു കോൺഗ്രസ് സ്വാധീനമുള്ള, വലിയ തോതിൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമായിട്ടാണ് നമ്മുടെ ഈ ഇലക്ഷന്റെ കണക്കുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നിലവിൽ ഏതാണ്ട് 1,76,000-ഓളം വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ്. അവിടെയാണ് ഇപ്പൊ കോൺഗ്രസിന്റെ രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയായിട്ട് വന്നതും അദ്ദേഹത്തിനെതിരായിട്ട് BJPയുടെ ശോഭാ സുരേന്ദ്രനും CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് NMR റസാക്കും മത്സരിക്കുന്ന സംഭവം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മത്സരം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ആയാലും പുറത്തു കേൾക്കുന്നതെല്ലാം മത്സരം കോൺഗ്രസിന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ തമ്മിൽ ആണ് മത്സരം എന്നുള്ള പ്രതീതിയാണ് നിലവിലുള്ളത്. കാരണം അതിന് കാരണം എന്ന് പറയുന്നത് BJPക്ക് അവിടെ വലിയ തോതിൽ സ്വാധീനമുണ്ട്. BJPയാണ് പിന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നു. പിന്നെ മറ്റ് പഞ്ചായത്തുകളിലൊക്കെ തന്നെ ചെറിയ തോതിലെങ്കിലും അവർക്ക് സ്വാധീനമുണ്ട്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇതൊക്കെ കണക്കുകൾ പറയുമ്പോഴും കോൺഗ്രസിന്, ഞാൻ ഈ പറഞ്ഞ പോലെ 57 മുതൽ കോൺഗ്രസിന് നിർണായകമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അതിനകത്ത് വോട്ടിനകത്ത് പിന്നെ കാര്യമായ കൂടുതലോ ഈ CPM ആയാലും ഒക്കെ ജയിച്ചിരിക്കുന്ന തുലവും ചെറിയ മാർജിനാണ് ജയിച്ചിരിക്കുന്നത്. പിന്നെ ഷാഫി പറമ്പിൽ വന്നതിന് ശേഷമാണ് ഈ മണ്ഡലത്തിന്റെ കുറച്ചുകൂടെ കോൺഗ്രസ് യുവതലമുറയ്ക്ക് സ്വാധീനമുണ്ടെന്നുള്ള ഫീൽ ചെയ്യുകയും രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഷാഫി പറമ്പിലിന് ആദ്യമായിട്ട് മത്സരിക്കുമ്പം 7,403 വോട്ടിന്റെ ഭൂരിപക്ഷം. പിന്നീട് 2016 17,483, 2021 മത്സരിക്കുമ്പോൾ 3,859 വോട്ട്. അന്ന് ആണ് ഒരു ശക്തമായ ത്രികോണ മത്സരം ആദ്യമായിട്ട് ഫീൽ ചെയ്തത്. അന്ന് ശ്രീധരൻ, മെട്രോമാൻ എന്നറിയപ്പെടുന്ന ശ്രീധരനാണ് അന്ന് ഷാഫിക്കെതിരായിട്ട് മത്സരിക്കുകയും അങ്ങനെ വോട്ട് വലിയ തോതിൽ കുറയുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഷാഫി ലോക്സഭയിലേക്ക് മത്സരിച്ച ഒഴിവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുകയും ഈ 18,840 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുകയും. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന തന്നെ ട്രഡീഷണലി അതൊരു കോൺഗ്രസ് മണ്ഡലമാണ്. അതിനകത്ത് വന്നിരിക്കുന്ന ഷിഫ്റ്റാണ് ഈ BJPയുടെ ഒരു വളർച്ചയ്ക്കൊക്കെ കാരണമായിരിക്കുന്നു. പുതിയ വോട്ടർമാരുടെ ഇടയിൽ BJPയോട് ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് BJPക്ക് അവിടെ ശക്തമായ ഒരു വളർച്ചയൊക്കെ ഉണ്ടായത്. പണ്ട് മുതലേ അവിടെ ഈ ട്രഡീഷണലി ജനസംഘത്തിനൊക്കെ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. അപ്പം അത് ക്രമാനുഗതമായി വളർന്നു വന്നു എന്നുള്ളത് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇപ്പം ഈ നടക്കുന്ന മത്സരം ത്രികോണ മത്സരമാണെന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മത്സരം BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരം. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്ന് BJP സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ വോട്ടിന് വേണ്ടി പണം കൊടുത്തു എന്നുള്ള ആരോപണം വരികയും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ അതിന്റെ വീഡിയോ ഒക്കെ പുറത്തിടുകയൊക്കെ ചെയ്തിരിക്കുക. ഇപ്പൊ അതേക്കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർക്കെതിരെ കേസെടുക്കുകയും അതേക്കുറിച്ച് RDOയുടെ അന്വേഷണം 21-ാം തീയതിക്ക് മുമ്പ് റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു വശത്ത് നടക്കുകയാണ്. വളരെ സജീവമായി
പിന്നെ വടക്കേന്ത്യയിലൊക്കെ നടക്കുന്ന പോലെ പണം കൊടുത്തും സാരി കൊടുത്തും മറ്റ് കിറ്റ് കൊടുത്തും ഒക്കെ തന്നെ വോട്ട് തട്ടാൻ വേണ്ടി BJP നടത്തുന്ന ഒരു ശ്രമമുണ്ട്. പക്ഷെ അതിനൊക്കെ അതിജീവിക്കുമെന്നാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയും അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. കാരണം അത് കണക്ക് വെച്ചാണ് പൊതു അവസ്ഥ ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായ സംസ്ഥാനത്താകെയുള്ള ഒരു പിന്നെ ഒരു കാറ്റ് വീശുന്നുണ്ട്, അതൊക്കെ. പക്ഷെ അതിനിടയിൽ അവിടെ അപ്പോൾ പോലും സംശയം നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് CPM-ന്റെ പൊതുവെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ കൊണ്ട് ഇറക്കിയിരിക്കുന്നത്. അതൊരു ഹോട്ടൽ വ്യാപാരിയായ NMR റസാക്കിനെയാണ് അവിടെ ഇറക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് CPM അവരുടെ സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താത്തത് എന്നുള്ളത് വലിയ സംശയങ്ങൾക്ക് ഇട നൽകുന്നു. അവിടെയാണ് CPM BJP ഡീലെന്ന് അത് തന്നെ. അവിടെ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശനും മറ്റു കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ തുടക്കത്തിൽ ഇത്തരം മണ്ഡലങ്ങളിൽ CPM BJP ഡീലുള്ള മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വന്ന മണ്ഡലമായിട്ട് കരുതപ്പെടുന്ന ഇതാണ്. അതായത് തീരെ അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥിയെ സ്വതന്ത്ര വേഷത്തിൽ കെട്ടിയിറക്കുന്നു. അതാണ് ഏറെ സംശയം. തൊട്ട് 1.5 വർഷം മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച P സരിനെ പോലും പരിഗണിക്കാതെ ഇങ്ങനൊരു പുതിയ സ്ഥാനാർത്ഥിക്ക് എന്താണ് കൊടുക്കാനുണ്ടായ സാഹചര്യം? അത് പൊതുവെ കോൺഗ്രസിന് സംശയം ഉണ്ടാക്കുന്നത്, അതായത് കോൺഗ്രസിന് അനുകൂലമായി കിട്ടുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിന്റെ ഗുണം കിട്ടുന്നത്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന്റെ ഗുണം കിട്ടുന്നത് BJPക്ക് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അപ്പൊ അതാണ് ഈ മണ്ഡലത്തിൽ അത്തരം ഒരു ഡീൽ ഉണ്ടെന്നുള്ള സംശയം വരികയും BJP പരസ്യമായി പച്ചയ്ക്ക് നടന്ന് പണം വിതരണം നടത്തുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ സംശയം ഉണ്ടാക്കുന്നത് അവിടെയാണ്. ആ സംഭവം ഉണ്ടായിട്ട് CPM-ന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധവും ഉണ്ടായില്ല. കോൺഗ്രസ് മാത്രമാണ് അതിനെതിരെ പ്രതിഷേധിക്കാനും പിന്നെ കേസ് കൊടുക്കാനും ഒക്കെ തയ്യാറാണ്. CPM-ന്റെ നിശബ്ദത, ആ ഭാഗത്തുണ്ടായ CPM-ന്റെ നിശബ്ദത, CPM-ന്റെ നേതാക്കന്മാര് അതേക്കുറിച്ച് ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല. ഇപ്പൊ പോലും അങ്ങനെ ഒരു നടന്നത് നിയമവിരുദ്ധമായ കാര്യമാണെന്നോ ഇലക്ഷൻ നടപടിക്രമങ്ങളെ അട്ടിമറിക്കുന്നതാണെന്നോ ഒന്നും CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർ പോലും മിണ്ടുന്നില്ല. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പത്രസമ്മേളനം നടത്തിയ ഒരാളാണ് CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു. അദ്ദേഹവും കാര്യമായ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അവർ തമ്മിലൊരു ഡീൽ ഉണ്ടെന്നുള്ളതാണ്. ഇത്തരം ഒരു നിയമവിരുദ്ധമായ കാര്യം നടന്നിട്ട് കേരളത്തിലെ CPM-ന് ഒരു ശബ്ദവും ഒരു പ്രതിഷേധവും ഇല്ല എന്നുള്ളതാണ് അമ്പരപ്പിക്കുന്നതാണ്. പിന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകത, പാലക്കാടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്ന രമേശ് പിഷാരടിയെ വലിയ തോതിൽ അപകീർത്തിപ്പെടുത്താനൊക്കെ CPM-ന്റെയും BJP-യുടെയും ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടായി. അത് CPM-ന്റെ നേതാവ് തോമസ് ഐസക് പറഞ്ഞൊരു കോമാളിയാണ് എന്ന് പറഞ്ഞ് ആ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നത്. BJP സമാനമായ രീതിയിലൊക്കെ തന്നെയാണ് അവിടെ പ്രചരണം. പക്ഷേ യഥാർത്ഥത്തിൽ രമേശ് പിഷാരടി എന്ന് പറയുന്നത് കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിയൊന്നുമല്ല. വർഷങ്ങളായിട്ട് കോൺഗ്രസിന്റെ, ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന കലാകാരന്മാരിൽ ഒരാളാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് വ്യക്തമായ അറിവുണ്ട്. അത് തന്നെ, അതായത് പറഞ്ഞാൽ ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു കലാകാരനാണ് എല്ലാ അർത്ഥത്തിലും രമേശ് പിഷാരടി. അപ്പൊ രമേശ് പിഷാരടിക്ക് ഒരു പുതിയ സ്ഥാനാർത്ഥി എന്നുള്ള അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരു സ്ഥാനാർത്ഥി എന്നുള്ള വിശേഷണമൊന്നും ഒരിക്കലും ചേരുന്നില്ല. കാരണം ത്രൂ ഔട്ട് ഒരു കോൺഗ്രസ്സുകാരനായിട്ട് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്കകത്ത് പല സ്റ്റേജുകളിലും വന്ന് പങ്കെടുക്കുകയൊക്കെ ചെയ്ത ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. അപ്പൊ അടിമുടി കോൺഗ്രസ്സുകാരനായ ഒരാളെന്നുള്ള നിലയിലാണ് രമേശ് അവിടെ മത്സരിക്കുക. പിന്നെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. സാധാരണഗതിയിൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് മത്സരിക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു ലാൻഡിങ് പ്രശ്നമെന്ന് ഈ രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു വാക്കുണ്ട്. അപ്പോൾ അങ്ങനെയും ഉണ്ടായിട്ട്, കാരണം പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. വീടുകളിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ തിരിച്ചറിയാവുന്ന ഒരു മുഖവുമായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെയാണ് രമേശ് പിഷാരടിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് അവിടെ വരുന്നത്. അപ്പൊ ഈ വോട്ടർമാരെ സ്വാധീനിക്കാൻ വലിയ തോതിൽ കഴിയുന്നുണ്ട്. വ്യക്തി പ്രഭാവം കൊണ്ട് തന്നെ അത് കഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അയാൾ എങ്ങനെയാണ് ഓരോ മാധ്യമങ്ങളെ കാണുകയും രാഷ്ട്രീയ വിഷയങ്ങളോട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ശോഭാ സുരേന്ദ്രന്റെ പാർട്ടിക്കാരെ ഈ പണം കൊടുക്കുന്ന സംഭവം ഉണ്ടായി. വളരെ എന്താ പറയുക, പരിചയസമ്പന്നനായ ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കുന്ന പോലാണ് പിന്നെ രമേശ് പിഷാരടി അന്ന് സംസാരിക്കുകയും തന്റെ എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലോ അങ്ങനെയൊന്നും പറയാൻ തയ്യാറായിട്ടില്ല. എന്നാൽ നമ്മൾ കണ്ടതാണ് BJP-യുടെ സ്ഥാനാർത്ഥി ഏത് തരത്തിലാണ് അവിടെ പറയുന്നത്. ഞാൻ 10-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇവർക്കെതിരെ ലൈംഗിക പീഡന കേസ് പുറത്തു കൊണ്ടുവരും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ അനാവശ്യമായ
ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷെ അവിടെ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ തരത്തിലാണ് രമേശ് പിഷാരടിയുടെ പ്രതികരണം ഉണ്ടായത്. ഇതെല്ലാം വോട്ടർമാരെ സ്വാധീനിക്കുന്നതാണ്. ഒരു സ്ഥാനാർത്ഥി എങ്ങനെയാണ് പൊതുജനങ്ങളോട് ഇടപെടുന്നത്, മാധ്യമങ്ങളോട് ഇടപെടുന്നത്, രാഷ്ട്രീയ വിഷയങ്ങളിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇതൊക്കെ തന്നെ വലിയ തോതിൽ കൗണ്ട് ചെയ്യപ്പെടുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് ഇരിക്കുന്നത്. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകൾ മുതൽ നമ്മൾ പറയുന്ന ഓരോ വാക്കും ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നിൽക്കുന്നത്. അപ്പം എന്തുകൊണ്ടും ഒരു മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി എന്നുള്ളൊരു പ്രഭാവം സൃഷ്ടിക്കാൻ രമേശ് പിഷാരടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാരണം ഈ 17,000 ചില്ലുവാന വോട്ടിന്റെ ഭൂരിപക്ഷം മറികടക്കുക എന്ന് പറയുന്നത് ഈ നിലവിലുള്ള ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും, പ്രതിപക്ഷത്തിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾക്കും കഴിയുന്നതല്ല. അത് ശോഭാ സുരേന്ദ്രന്റെ ഒരു നമുക്കറിയാലോ, ഈ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന നല്ലൊരു നേതാവായിട്ടാണ് അവർ അറിയപ്പെട്ടിരുന്നത്. എല്ലാ തോൽവി തന്നെയാണ് ഫലമെങ്കിൽ പോലും ഏത് മണ്ഡലത്തിൽ പോയാലും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വിഷയം വന്നില്ലായിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഈ പൈസ കൊടുത്തു എന്നുള്ള വിഷയം വന്നില്ലായിരുന്നുവെങ്കിൽ അവിടെ ഒരു വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവില്ലായിരുന്നു. അല്ല, ഇപ്പൊ കേരളത്തിൽ BJPയുടെ ചില പോക്കറ്റുകളിൽ അവർക്ക് സ്വാധീനമുണ്ട്, അത് ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഇലക്ഷൻ ജയിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. നിങ്ങൾ ഈ BJPയുടെ എന്താണ് മെയിൻ ക്യാമ്പയിൻ? എന്താണ്? ന്യൂനപക്ഷങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ പിന്നെ വർത്തമാനം പറയുക, സ്ഥിരം ചില വാക്കുകൾ, സ്ഥിരം ചില വിദ്വേഷം പരത്തുന്ന പ്രചരണങ്ങൾ, ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരൊന്നും അല്ലല്ലോ. അപ്പൊ വോട്ട് കൂട്ടാൻ കഴിയുന്നുണ്ട്, അവരുടെ വോട്ട് കൂട്ടാൻ അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ട് കഴിയുന്നുണ്ടായിരിക്കും. മറിച്ച് പക്ഷെ എപ്പോഴും എന്തുകൊണ്ടാണ് BJPക്ക് ഒരു ജയസാധ്യത പലരുടെ മണ്ഡലങ്ങളിൽ ഇല്ലാതെ പോകുന്നത്? അവർക്ക് സ്വാധീനം ഉണ്ടെന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ പോലും പലപ്പോഴും അവർക്ക് ജയിക്കാൻ കഴിയാതെ പോകുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതാണ്. സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ നാട്ടിൽ ഈ വിദ്വേഷം പരത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ തന്നെ. ഇപ്പൊ ഈ ഹിന്ദു വോട്ടർമാർക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. അവിടെ എങ്ങനെയാണ് ഇവര് പറയുന്ന തരത്തിലുള്ള ജാതി പ്രീണനവും വിദ്വേഷവും പരത്തുകയാണെങ്കിൽ ഒരിക്കലും ഷാഫി പറമ്പിൽ അവിടെ ജയിക്കാൻ പറ്റും? കഴിയത്തില്ല. കാരണം നമ്മളെ ആൾക്കാർ അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു ജനതയാണ്. ഏത് മണ്ഡലത്തിലായാലും അവിടെ ജാതിയോ മതമോ ഒന്നുമല്ല ഒന്നാമതായിട്ട് അവർ പരിഗണിക്കുന്നത്. അവരുടെ രാഷ്ട്രീയം, രണ്ടാമത് ആ വ്യക്തിയുടെ പ്രഭാവം, ഇതൊക്കെ തന്നെയാണ് പരിഗണിക്കുന്നത്. അപ്പൊ അതാണ് ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഹൈന്ദവ ഭൂരിപക്ഷമുള്ളവരിടത്തു നിന്നാണ് ഷാഫി പറമ്പിലിനെ പോലെ ചെറുപ്പക്കാരൻ 3 വട്ടം ജയിച്ചത്. അത് ഓരോ തവണ അയാളുടെ ഭൂരിപക്ഷം കൂട്ടിയിട്ടേ ഉള്ളൂ. അപ്പൊ അതാണ് അതിന്റെ ഈ പറയുന്ന ഈ പിന്നെ ഭൂരിപക്ഷ വർഗീയതയൊന്നും പറഞ്ഞാലൊന്നും കേരളത്തിൽ തൽക്കാലം ജനമാകുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അത് സൃഷ്ടിക്കാനാണ് BJP എപ്പോഴും ശ്രമിക്കുകയൊക്കെ ചെയ്യും.